നമസ്കാരമുണ്ട്. അസ്സലാമു അലൈക്കും. ഇന്ന് 6 ജൂലൈ 2025. അപ്പോൾ എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും എല്ലാവർക്കും എൻ്റെ ഒരു സല്യൂട്ടിരിക്കട്ടെ, എല്ലാ വീട്ടമ്മമാർക്കും. അപ്പോൾ ഞാനൊന്ന് പറയാൻ വരുന്നത്, നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. നിങ്ങൾ മോശം ചെയ്താൽ എനിക്കല്ല കൊടുക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് തന്നെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ എന്താ പറയാൻ പറയുന്നത് എന്ന് കേൾക്കണം. കേട്ടതിന് ശേഷം ചെയ്യാം. നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരാ അല്ലേ? നിങ്ങൾക്കൊരു ജോലി, ഏത് ജോലി ആവട്ടെ, എത്ര ദിവസം ചെയ്യണം ഒരു ജോലി? ഇവിടെ നമ്മളെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ് ഇന്നലെ വീണു. ഇത് ഞാൻ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ പറയുന്ന ഒരൊറ്റ വിഷയമാണ്. ആ മെഡിക്കൽ ടെസ്റ്റിന് നിങ്ങൾ പോരുത്, ഈ ആശുപത്രികൾ നിങ്ങൾക്ക് പോരുത്. 99% ആളുകൾക്കും രോഗത്തിനുള്ള മരുന്ന് കിട്ടുന്നില്ല. 90 വർഷം ചികിത്സയിൽ കിടന്നിട്ടും ഒരാളുടെ രോഗം മാറുന്നില്ല. ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് ന്യൂറോളജിയിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. അവിടെ വന്നിട്ടുള്ള ആളുകളോട് ചിലവരോടൊക്കെ പോവുക, ഒന്ന് നോക്കുക. നമ്മളെ പത്രങ്ങൾ സത്യം എഴുതാത്ത, മാതൃഭൂമി പത്രം സത്യം ചെയ്തില്ല, മനോരമ ചെയ്തില്ല, പിന്നെ ദേശാഭിമാനി കമ്പനി കാര്യങ്ങൾ മാത്രമേ എഴുതൂ. ഇങ്ങനെയൊക്കെ തരം തിരിഞ്ഞിട്ടാണ് ഉള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് പൊളിഞ്ഞു പോണതിൻ്റെ കഥ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ഈ തട്ടിപ്പിൽ 3-4 പാർട്ടിയാണ്. കോൺഗ്രസ്സുകാർ തട്ടിപ്പ് ചെയ്താൽ ഇവർ പറയും, ഇവർ തട്ടിപ്പ് ചെയ്താൽ മറ്റവർ പറയും. എന്നാൽ ഈ പൈസ ഓരിയൊക്കെ നിങ്ങൾ പോയി നോക്കണം, ഈ ഭാഗം ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. അത് നല്ല ക്ലിയറായിട്ടാണ്. എന്തൊരു സ്നേഹമാണെന്ന് അറിയാത്ത ഓരിയേക്കാൻ. അതേമാതിരി എംപിമാർ ഇവിടുന്ന് പുറത്തൊക്കെ തല്ലുകൂടിയിട്ട് MLA മാരൊക്കെ ഇവിടുന്നൊക്കെ ഭയങ്കര ചേർലും പാച്ചലൊക്കെ അവരവിടെ ചെന്നാലും ഒരു പാത്രത്തിൽ നിന്ന് ബിരിയാണി കഴിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ശരിക്കും ചിന്തിച്ചിട്ട് കാര്യങ്ങൾക്ക് നടക്കുക. ഞാൻ പറയണ മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എൻ്റെ മരുന്നിനെതിരെ ഇവർ ചെയ്യുന്നത് കംപ്ലീറ്റ് മുടന്ന ന്യായങ്ങൾ. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉദാഹരണത്തിന് വളരെ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ കുന്നമംഗലത്തുള്ള ഒരു വക്കീലില്ലേ, മറ്റേ പാവങ്ങൾക്ക് ചികിത്സ പിന്നെ പിരിച്ച് കാശ് കൊടുക്കാമെന്ന് പറഞ്ഞ ആളുടെ വീഡിയോ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, സുശാന്ത് വേല പറ്റിയും കണ്ടിട്ടുണ്ടാവും. ഈ 2 ആസ്ഥാനമാക്കിയിട്ട് മാത്രം നിങ്ങളോട് സംസാരിക്കാം. കാരണം ഒരു പിഞ്ച് കുട്ടിയുടെ നാവിൻ്റെ മുകളിൽ പൊള്ളുണ്ടായി. സാധാരണ പിന്നെ പുഴു വരുന്നതിന് 50 രൂപയുടെ മരുന്ന് വെച്ചാൽ അത് ടക്കാൻ തുടങ്ങും. ഒരു 500 രൂപയുടെ മരുന്ന് 4 തവണ ചെയ്താൽ 4 തവണ ഇന്നല്ല ചെയ്യേണ്ടത്. ഇന്ന് ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ 2-3 മാസം കഴിഞ്ഞിട്ട് അടുത്ത ചെയ്യേണ്ടത്. അങ്ങനെ ആയാൽ അത് കംപ്ലീറ്റ് പോവും, മനസ്സിലായില്ലേ? അതേപോലെ തൊലിപ്പുറത്തുണ്ടാകുന്ന വീണിട്ടോ മറ്റേതായിട്ടോ മുറി ഉണ്ടായാൽ അത് മുറി ശരിയായാൽ അതിൻ്റെ കളറ് ശരിയായി കിട്ടാൻ ചിലവർക്ക് 1 വർഷം പിടിക്കും. അപ്പോൾ 4 മാസം ഒരിക്കൽ അത് തേച്ചാൽ അതിലുള്ള അണുക്കൾ ചത്തുപോയിട്ട് നല്ല ക്ലിയറായിട്ട് വരാൻ വേണ്ടി ശ്രമിക്കും. അത് പ്രകൃതിയുടെ തത്വമാണ്. അപ്പോൾ ഇതിന് പകരം ഇവർ വാങ്ങുന്നത് 800 കോടി രൂപയാണ്. നിങ്ങൾ ഇയാളുടെ വീഡിയോ നിർത്തിയിട്ട് കാണണം. ആ കുട്ടിക്കിപ്പോൾ ചികിത്സ നടത്തിയിട്ട് ക്ലിയറായോ നോക്കി. 800 കോടി രൂപയാണ് ചിലവഴിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ കുട്ടിയുടെ കാര്യം നടന്നിട്ടുണ്ടോ നോക്കണം. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. നിങ്ങൾ പിന്നെ 10,000 ഓപ്പറേഷൻ ചെയ്തിട്ടും കാര്യമില്ല, 10,000 കൊല്ലം ഇംഗ്ലീഷ് മരുന്നിൽ ചികിത്സ ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങളുടെ ഒരു കാര്യവും നടക്കില്ല. ഒരു കാര്യം നടക്കും, നിങ്ങളുടെ പെൺകുട്ടികളെ നേഴ്സിംഗ് പഠനത്തിന് കൊടുത്താൽ അവർ വയറ് വീർപ്പിച്ചിട്ട് ക്ലോസറ്റിൽ പ്രസവിക്കും. എന്നിട്ട് ആ കുട്ടികളെ അവർ തന്നെ കൊന്നുകളയും. അല്ലെങ്കിൽ ഡോക്ടറാക്കാൻ കൊടുത്താൽ പെണ്ണാണെങ്കിൽ പെണ്ണുങ്ങളെ ഈ പണിക്കുള്ളതാണല്ലോ, ഒരു ചെറിയ ലെവലിൽ അത് വൃത്തിയായിട്ട് അവർ കൈകാര്യം ചെയ്യും. നിങ്ങൾക്ക് ഒരു തെളിവും ഒരു പോലീസിനും ഒരു പട്ടാളത്തിനും കിട്ടില്ല. പിന്നെ അവർ ആരോഗ്യമന്ത്രിമാരും മറ്റവരൊക്കെ ഒന്നാവും, നിങ്ങളെ പുറത്താക്കും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ആളാണ് ആ ജഡ്ജി വന്നിട്ട് എന്തുണ്ടായി? അത് 2 സുഖം. അതുപോലെ ലീഗർ അതിലും ഭയങ്കര രസമാണ്. കാരണം ഇവർ ഈ ഒരു നായിക്കാട്ടത്തും വന്ന് 40 കഷം വെട്ടിയിട്ട് ഇതൊന്ന് ലീഗാണ് പറഞ്ഞ മാതിരിയാണ്, ഒന്ന് കോൺഗ്രസ്സാണ്, ഒന്ന് യൂത്ത് കോൺഗ്രസ്സാണ്. എന്നാൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഞാൻ പറയില്ല, ഉമ്മൻചാണ്ടിയുടെ മകനെക്കുറിച്ചും പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മളെ നിലമ്പൂർക്കാരൻ പുതിയ ഇലക്ഷനിൽ വന്നില്ല, അയാളും ഞാൻ പറയുന്നില്ല, ഇല്ലേ? അതുപോലെ ഇനിയും ചില ആളുകൾ തിരഞ്ഞെടുക്കേണ്ട ചില ആളുകളുണ്ട്, അവരുടെ പേരല്ല പ്രവൃത്തിയാണ്. അതുപോലെ നമ്മളെ ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിയില്ലേ, അദ്ദേഹത്തെക്കുറിച്ചും ഞാൻ പറയില്ല. അദ്ദേഹം തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും പറയും, പറ്റാത്ത ചെയ്താൽ തീർച്ചയായിട്ടും പറയും. അപ്പോൾ ഇതിലെ കാര്യങ്ങൾ എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ അതിന് ഇവർ സമ്മതിക്കില്ല. നമ്മുടെ ഒരു കാര്യങ്ങളും ഇന്ന് കേരളത്തിലെ ഈ ഗവൺമെൻറ് നടത്തിയിട്ടില്ല, ഒരു കാര്യം നടത്തില്ല. നിങ്ങളൊരു കംപ്ലൈൻറ്റുകൾ പരിഹരിക്കില്ല, ഒരു തൊഴിൽ സ്ഥാപനത്തിന് അനുമതി തരില്ല. പിന്നെ നിങ്ങൾക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ അവർ 2 പുറത്തും വന്നിട്ട് അവർ മുടക്കും, നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറയും. ഞാനിത് അനുഭവിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്, മനസ്സിലായില്ലേ? എൻ്റെ ഒരു അത്ഭുതം എന്താ വിചാരിച്ചാൽ,
നിർഭാഗ്യവശാലും ഞാനൊരു 10-15 കൊല്ലം മുമ്പേ BJPയിലേക്ക് പോയി. ഇപ്പോൾ അവർക്ക് അതും തെറ്റായി. അവരുടെ കൂടെ നിന്നപ്പോൾ അവർ ചെയ്യാത്തത് കാരണമാണ് ഞാൻ BJPയിലേക്ക് പോയത്. ലീഗിൻ്റെ കൂടെ നിന്ന് നടക്കാത്തത് കൊണ്ടാണ് CPMൽ പോയത്. CPMൽ നിന്നിട്ട് പറ്റാത്തത് കൊണ്ടാണ് BJPയിലേക്ക് പോയത്. അവർ ചെയ്യൂല്ല, വേറൊരുത്തിന് പോകാനും സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? എന്നിട്ട് എന്തുണ്ടായി? എന്നാൽ പിന്നെ ഇവരെ ബാക്കിയുള്ളവരത് മുഴുവൻ ചെയ്യാതെ മുഴുവൻ ചെയ്യില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അതാ ചോദ്യം. എൻ്റെ മരുന്ന് ഉപയോഗിച്ച് 6 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ഉറപ്പായിട്ട്, ഈ 10 ദിവസം മരുന്ന് ഉപയോഗിച്ചിട്ട് ഈ സൂക്കട് മാറിയ ആളുകൾ 100% സൂക്കട് മാറിയുള്ളത്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. മാത്രമല്ല ഇവരിനി പിന്നെ 70 കൊല്ലം കഴിഞ്ഞിട്ട് ഇവർ അടുത്തൊരു കംപ്ലൈൻറ്റ് എനിക്ക് കിട്ടും. മനസ്സിലായില്ല? അതിൻ്റെ മുമ്പ് ജലദോഷം പനി വരെ അതെൻ്റെ പരിധിയിലല്ല, അല്ലെങ്കിൽ വാഹന അപകടം ഉണ്ടാവുന്നത് എൻ്റെ പരിധിയിലല്ല. വന്നാൽ ഞാൻ ചികിത്സ ചെയ്യുമ്പോൾ ഒരു ദിവസം മരുന്നില്ല, അത് ശരിയാക്കി വിടും. അത് വേറെ കാര്യം. തണ്ടൽ പൊട്ടിയില്ലെങ്കിൽ അടക്കം ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ് കാര്യത്തിൽ പോകുന്നത്. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് നിങ്ങൾ കഴുത്ത് വരുന്നില്ല, ഇവർ വരുന്നില്ല, നിങ്ങളെ നുണ പറഞ്ഞ് പറ്റിക്കാണ് ഇവരെല്ലാവരും കൂടി ചെയ്യുന്നത്. നിങ്ങൾ ആശുപത്രിയിലേക്ക് പ്രസവത്തിന് പോയത് തെറ്റ്, അവരെ മരുന്ന് ചെന്നത് തെറ്റ്, അവരെ സ്കാനിങ് ചെയ്യുന്നത് തെറ്റ്, എക്സ്റേ എടുക്കുന്നത് തെറ്റ്, ബ്ലഡ് കയറ്റുന്നത് തെറ്റ്. മനസ്സിലായില്ലേ? നിങ്ങൾ തെറ്റിൻ്റെ കൂമ്പാരം ചെയ്യാൻ ഇവരെ കൂടെ നിൽക്കുക. ഇപ്പം തൃശ്ശൂർ പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വീണപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്താ മനസ്സിലായി? അവരെ കമ്പ്യൂട്ടർ ചെക്കിങ്ങിൽ ആ ഡോക്ടർ പറഞ്ഞില്ലേ നിങ്ങളോട്? അവിടുത്തെ ഏറ്റവും വലിയ ഡോക്ടർ പറഞ്ഞില്ലേ? അത് ഞാൻ ഉണ്ടാക്കിയതല്ലോ. അദ്ദേഹം പറഞ്ഞെന്താ? 100% സത്യമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ സത്യം ആര് പറഞ്ഞാലും അംഗീകരിക്കണം. കാരണം നിങ്ങളുടെ ജീവൻ അവരുടെ കയ്യിലാണ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിലാണ്. അത് നിങ്ങൾ മറക്കണ്ട. മനസ്സിലായില്ലേ? എൻ്റെ മുന്നിൽ വരുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ഭർത്താവില്ല, 12 വയസ്സിൻ്റെ മുകളിലുള്ള പെൺകുട്ടികളാണെങ്കിൽ ഭർത്താവില്ലാതെ എൻ്റെ മുന്നിൽ വരരുത്. ഒരു മുടന്ന ന്യായം പറയണ്ട, എനിക്കത് കേൾക്കണ്ട. നിലവിൽ നിങ്ങളുടെ ഭർത്താവിനെ കാണിച്ച് വരണം. 12 വയസ്സിൻ്റെ അടിയിലുള്ളവർ ഉമ്മയും ബാബയായിട്ട് വരണം. അല്ലാതെ ഞാൻ ഒരു മരുന്ന് നിങ്ങൾക്ക് ചെയ്യില്ല. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ പറയില്ലേ സമ്പത്താണെന്ന്. ഇനി ഞാൻ ഈ സാധനം സിസ്റ്റം മാറ്റാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ സിസ്റ്റം മാറ്റാൻ പോകുമ്പോൾ അഡ്മിഷൻ ഫീസ് 2500 രൂപ വാങ്ങും. കാരണം എനിക്ക് വാങ്ങിക്കാം. കാരണം ഞാൻ 65 കൊല്ലം പഠിച്ചുണ്ടാക്കിയ വിദ്യയാണ്. ഇവർ നുണ പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് ഞാൻ പഠിച്ചുണ്ടാക്കിയത്. എൻ്റെ സാധനത്തിന് ചോദ്യം ചെയ്യാൻ എനിക്ക് സാധിക്കും. എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനും എനിക്ക് സാധിക്കും. 2500 രൂപ അഡ്മിഷൻ ഫീസ് വാങ്ങും. ഇനി മിനിമം അതിൽ ഒരു മരുന്നും അതിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. മരുന്ന് മേടിച്ചാൽ വേറെ പൈസ കൊടുത്ത് വാങ്ങും. മനസ്സിലായില്ലേ? ഇനി അവിടേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം നിങ്ങൾ വരുമോ വരാതിരിക്കുമോ അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ഇപ്പം നിലവിൽ 800 കോടി 800 കോടി രൂപ കൊടുത്തിട്ട് 65,000 ഓപ്പറേഷൻ ചെയ്തിട്ട് നിങ്ങളുടെ കുടുംബത്തിന് നാശം ചെയ്തിട്ട് മരിക്കുകയാണ്. അതിലേക്ക് നല്ലത് നിങ്ങൾ എൻ്റെ അടുത്ത് വരാതിരിക്കുക തന്നെ. കാരണം നിങ്ങൾക്ക് മുഴുവൻ ഭ്രാന്താണെന്ന് ഇപ്പം ഇതിൻ്റെ വാക്ക് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം വിദ്യാഭ്യാസം കൊണ്ട് ഇവിടെ ഒന്നും നേടില്ല. എന്താണ് വിദ്യാഭ്യാസം? ഓരോരുത്തരുടെ പാരമ്പര്യം കൊണ്ട് BJPക്കാരതാ പറഞ്ഞത്. പാരമ്പര്യം നിങ്ങളുടെ മക്കൾ എന്താ വിചാരിച്ചാൽ അത് നിങ്ങൾക്ക് ചെയ്യണം. അതന്നെ സാധനം. ഈ ഡോക്ടർമാർ ഇപ്പോൾ കോടിക്കണക്കിന് ഡോക്ടർമാർ ഇവിടെ ഉണ്ടായിട്ട് ആരെ മരുന്ന് കണ്ടുപിടിച്ചോലല്ലേ? എന്നിട്ട് എന്താ ഈ മെഡിക്കൽ കോളേജൊക്കെ ഇങ്ങനെ പോകാൻ കാരണം? അവിടെ കടന്നിട്ട് പിന്നെ 80 കൊല്ലമായാലൊക്കെ അഡ്മിറ്റ് ചെയ്ത് കിടക്കണല്ലോ. എന്താ അങ്ങനെ വരാൻ കാരണം? 80 കൊല്ലമായിട്ട് അഡ്മിറ്റ് ചെയ്ത് കിടക്കുന്ന ആൾക്കാർ രോഗം മാറാതിരിക്കാൻ എന്താ കാരണം? നിങ്ങൾ പറയും. ഇവരുടെ അടുത്ത് മരുന്നുണ്ടെങ്കിൽ അവർ ചെയ്യില്ലേ? അപ്പോൾ അവർ ചെയ്യൂല, അവർക്ക് മരുന്നുമില്ല, അതിന് സപ്പോർട്ടുമില്ല. പിന്നെ ഈ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാനാണ് അവിടുത്തെ CPMകാർ ലീഗുകാർ. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ഒരു സൈഡ് കുറഞ്ഞവർ തണ്ടല പറഞ്ഞവർ ഇത് വരാതിരിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ. എന്നിട്ട് ഇത്രയേറെ വിദ്യാഭ്യാസമുള്ളവർ ഇവരുണ്ടായിട്ട് എന്തായാലും നേരാക്കാൻ ഞാൻ അത് ചോദിക്കുമ്പോൾ പോലെ ഇതല്ല അറിയണം മുടങ്ങും. ഇന്നിപ്പോൾ ഞാൻ ഇതിലൊരു കോപ്പി പറഞ്ഞിട്ടുണ്ട്. കോട്ടക്കൽ ആയുർവേദികശാലയുടെ ഒരു വയസ്സം പറയുന്നുണ്ട്. എൻ്റെ കയ്യിൻ്റെ ഷോൾഡർ പോയി. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് മരുന്ന് കാണിച്ച് വാങ്ങി. എന്നിട്ട് കുറേ ദിവസമായി അത് വേദന മാറണില്ല, ശരിയാവില്ല. അത് വേദന മാറണമെങ്കിൽ അതിൻ്റെ വശത്തേക്ക് കിടക്കണം. അപ്പം ഇനി ഇത്തരം സൂക്കടുണ്ട്. ആദ്യം നിങ്ങൾ കഴിക്കുന്ന മരുന്ന് നിർത്തി വെക്കണം. എന്നിട്ട് കംപ്ലീറ്റ് മരുന്ന് കഴിക്കാണ്ട ഒരു ദിവസം ഇരിക്കണം. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് ഒരു 2-3 തവണ സോപ്പിട്ട് കുളിക്കണം. എന്നിട്ട് മാത്രം എൻ്റെ അടുത്ത് വന്നാൽ മതി, അല്ലാതെ നടക്കില്ല. അപ്പോൾ അത് പറയുമ്പോഴേക്കും മറ്റൊരു വിഷയം. മിഞ്ഞാന്ന് ഇതുപോലെ പാലക്കാട് നിന്ന് 2 പെൺകുട്ടികൾ, അതിൽ ഒന്നിന് സീരിയസ് ക്യാൻസറാണ്. നിങ്ങളത് മനസ്സിലാക്കണം. എൻ്റെ മുന്നിലിരുന്നാലേ എനിക്കൊരു ചെക്കിങ്ങും വേണ്ട, അല്ലാതെ തന്നെ സാധനം അറിയും. ആ കുട്ടിക്കൊരു 3 ദിവസം മരുന്ന് വാങ്ങി കൊടുക്കുന്നതിന് പകരം
അവരെനിക്കിട്ട് വിലവാസി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഈ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ വളരെ മോശമാണ്, അവരുടെ ചിന്തയും മോശമാണ്. നിങ്ങൾ അവിടേക്കൊന്ന് കാര്യങ്ങൾ നടക്കണം. നിങ്ങളുടെ പെൺകുട്ടികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 10 ദിവസം മരുന്ന് ഞാൻ ഉപയോഗിക്കണം, അത് 6 ദിവസം 3 ദിവസം ഉപയോഗിക്കേണ്ടി വരും. അരച്ച മരുന്നില്ലെങ്കിൽ 3 ദിവസം മരുന്ന് ഉപയോഗിച്ചാൽ മതി. അരച്ച മരുന്ന് അധികം ആൾക്കും വെക്കണം. അറ്റാക്കിൻ്റെ രോഗം ഉണ്ടാവും, അല്ലെങ്കിൽ മൂത്ര തടസ്സം ഉണ്ടാവും. മനസ്സിലായില്ലേ? മൂത്ര തടസ്സത്തിന് നിർത്തിയാൽ മഞ്ഞപ്പിത്തം ഉണ്ടാവും, സ്പോട്ടിൽ മരിക്കും. നിങ്ങൾ കാര്യങ്ങൾ പോകണം, അല്ലെങ്കിൽ മജ്ജ പഴുക്കും. മജ്ജ പഴുത്താൻ പറ്റിയ ബുദ്ധിമുട്ടാണ് വരിക. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കടന്നിട്ട് വേണം ഇത് കൂടെ പോകണം. അപ്പോൾ ഇത് പോയിട്ട് ഞാൻ അവരോട് പിന്നെ ആലോചിച്ചിരുന്നിട്ട് എനിക്ക് കിട്ടിയൊരു ഉത്തരം ഞാൻ അവരെ വാട്സപ്പിൽ പറഞ്ഞു. അവർ രഹസ്യമായിട്ടില്ല, അത് ഇന്ന മാതിരിയാണ്, 2 കൊല്ലത്തിൽ കൂടുതൽ അങ്ങോട്ട് പോകേണ്ട കാര്യം വളരെ പ്രയാസം, ഞാൻ നോക്കി കണ്ടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ അവർ മിരട്ട് വന്നു. അതാണ് ഏറ്റവും വലിയ അനുഭവം. എന്നിട്ട് അവരെന്നോട് പറഞ്ഞെന്താരോ, ഞാനിവിടെ ഉറങ്ങി പിടിച്ചിട്ട് മൂലയിലിരിക്കുകയാണ്. ഞാൻ പിന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ മാതിരി തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൻ്റെ മാതിരി ആളി കത്തേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ജനങ്ങളെ കൊല്ലാനുള്ളതല്ലേ, എനിക്കത് വേണ്ട. എൻ്റെ ഈ അഭിപ്രായം കേൾക്കുന്ന പോലെ ഇത് ശരിക്കും മനസ്സിലാക്കണം. ജനങ്ങളെ കൊല്ലുന്ന അഭിപ്രായങ്ങൾ എനിക്ക് വേണ്ട. അത് നിങ്ങൾ കൊടുക്കണോടത്ത് കൊടുത്തോളൂ, എനിക്ക് യാതൊരു വിരോധവുമില്ല. ഞാൻ ഉണങ്ങിയിട്ട് ഇരുന്നാൽ മതി. എനിക്കതിൻ്റെ സിസ്റ്റമുണ്ട്. ഞാൻ 1970 മുതൽ വരുമ്പോൾ ഈ നാട്ടിൽ ഒരു സ്വരോഗത്തിനും മരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പുഴുത്തുനാര് ചാവുന്നത് കണ്ടിട്ടാണ്. എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് ഞാനിതും പറഞ്ഞത്. എൻ്റെ കാലിൻ്റെ തുടയിൽ എല്ല് പൊട്ടിയിട്ട് നേരാക്കാനുള്ള ഇറങ്ങലാണ് വാണിമൽ പഞ്ചായത്തിൽ ഞാൻ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിയണം, അറിഞ്ഞിട്ടേ ഈ ഭാഗത്തേക്ക് വരാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.